നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടിയെ മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. എല്ലാ കാര്യത്തിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി. നഷ്ടപരിഹാര തുകയുടെ രേഖകൾ കൈമാറി. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണമെന്ന് KSU. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലാ നഗരസഭയിലെ തർക്കങ്ങൾക്ക് പരിഹാരമായി. കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചു. വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കും. എലിക്കുളത്തെ കർഷക സംഗമം. കുരുവിക്കോട് തളിർനാട്ടുചന്തയ്ക്ക് സ്ഥിരം കെട്ടിടമൊരുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വാർത്തകൾ വിശദമായി. ചിന്നക്കനാലിലെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. കുട്ടിയുടെയും സഹോദരിയുടെയും പഠനത്തിനും എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായിരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ഉറപ്പു നൽകി. ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ ആശ്വസിപ്പിച്ച് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ചിന്നക്കനാൽ സിംഗുക്കണ്ടം സ്വദേശിനി മാരിയുടെ മകൻ രക്ഷൻ കിടക്കുന്ന 25-ാം വാർഡിലെത്തിയ മന്ത്രി കുട്ടിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായിരിക്കുമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. രക്ഷന്റെയും സഹോദരി രക്ഷണയുടെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട നഷ്ടപരിഹാര തുകയുടെ ബാങ്ക് രേഖകൾ മന്ത്രി കൈമാറി. പരിക്കേറ്റ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെ റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിമാസം കുടുംബത്തിന് 5000 രൂപ വീതം നൽകും. കുട്ടികളുടെ സംരക്ഷണത്തിനായി വനം വകുപ്പിലെ ഒരു സീനിയർ ഓഫീസറെ മെന്ററായി നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അവർക്ക് അർഹതയുള്ള 50% തുക ഇപ്പൊ തന്നെ രണ്ട് മക്കളുടെ പേർക്കായിട്ട് FD ഇടുകയും അതിന്റെ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടത്തക്ക നിലയിൽ ഒരു സംവിധാനം ചെയ്തു. മാത്രവുമല്ല 18 വയസ്സ് തികയുന്നിടം വരെ ഇവർക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാ റേഷൻ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കും. എല്ലാ മാസവും 5000 രൂപ കുട്ടികളുടെ ചെലവിന് കൊടുക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട ഫീസും പഠനത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവിടുത്തെ ഒരു സീനിയർ ഓഫീസറെ കുട്ടികളുടെ മെന്ററായി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ 18 വയസ്സാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഭേദമായ ശേഷമേ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യൂ. എല്ലാ ദിവസവും ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചിരുന്നതായി മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TG ജേക്കബ്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ഡോക്ടർ സഫറുദ്ദീൻ അഹമ്മദ്, ഡോക്ടർ ഫ്രെഡറിക് പോൾ, ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഡോക്ടർ ടിനു രവി, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജയചന്ദ്രൻ നായർ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ പ്രഫുൽ അഗർവാൾ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുട്ടിൽ മരമുറി കേസ് ഫോറസ്റ്റിന്റെ പരിധിയിൽപ്പെടുന്ന വിഷയമല്ലെന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. കേസിന്റെ വഴിയെ പോകുമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. മുട്ടിൽ മരമുറി ഫോറസ്റ്റിന്റെ പരിധിയിലേ വരുന്നതല്ല, അത് റവന്യൂവിന്റെ പരിധിയിൽ വരുന്ന ഇതാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഫോറസ്റ്റിന് കൂടി പോയാൽ മോഷണത്തിന് കേസെടുക്കാവുന്നല്ലാതെ ഫോറസ്റ്റിന് അതിലുമായിട്ട് യാതൊരു ബന്ധവും. ഈ മരങ്ങൾ മുറിച്ച മരങ്ങൾ നിലവിൽ വനംവകുപ്പിന്റെ ഡിപ്പോയില്ലേ? അല്ല, ഞങ്ങൾ എന്നെ കസ്റ്റോഡിയനായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് കർശനമായി പറഞ്ഞതുപോലെ കേസിന്റെ വഴി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തർക്കമൊന്നുമില്ല. MG സർവകലാശാല VC RSS പരിപാടിയിൽ പങ്കെടുത്ത നടപടിക്കെതിരെ സർവകലാശാല ക്യാമ്പസിൽ KSUവിന്റെ പ്രതിഷേധം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ RSS പരിപാടിയിൽ പങ്കെടുത്ത നടപടിക്കെതിരെ MG സർവകലാശാല ക്യാമ്പസിൽ KSUവിന്റെ പ്രതിഷേധം. സർവകലാശാലയിലെ സംഘപരിവാർ വൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു നടത്തിയ മാർച്ചിൽ VC ഡോക്ടർ D മാവൂദിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു. പ്രതിഷേധം നിയന്ത്രിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി.
സമരക്കാർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷവും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന KSU പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാടുമായി KSU മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എടുത്തുകൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് പോകുന്നത്. UDFന്റെ നിലപാടും അങ്ങനെ തന്നെയാണ്. UDFന്റെ നിലപാടെന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരണവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാട് കേരളത്തിന്റെ UDFന്റെ സർക്കാർ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ സമരത്തിനായിട്ടുള്ള നേതാവ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം സുവ്യക്തമായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഒരു കാലഘട്ടത്തും RSSന് മുൻപിൽ അടിയറവ് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. KSU നേതാക്കളായ ആൻ സെബാസ്റ്റ്യൻ, സിംജോസ് സാമുവൽ തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിലെ ഭരണസമിതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം വിളിച്ചു ചേർത്ത ചർച്ചയിൽ പ്രശ്നപരിഹാരമുണ്ടായതായി സൂചന. തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചതായും വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായും DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം അറിയിച്ചു. പാലാ നഗരസഭയിലെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് പര്യവസാനമെന്ന സൂചന. തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചുവെന്നും ഈ വിവരം തങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാർക്ക് കൈമാറിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബിജു പുന്നത്താനം അറിയിച്ചു. പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. മുനിസിപ്പാലിറ്റി പ്രത്യേക വലിയ ഔന്നത്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഇനി മുനിസിപ്പാലിറ്റിയിൽ സംജാതമാകാതിരിക്കുവാൻ ഒരു മേൽനോട്ടം, അത് എല്ലാ മുന്നണിയിലെ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സമിതി അതിനൊരു മേൽനോട്ടം വഹിക്കുകയും എല്ലാ മാസവും അതിനൊരു കൃത്യമായ യോഗങ്ങൾ ചേർന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകുമ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം അതും ഇതര കക്ഷികൾ സമ്മതിച്ചു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്ന് കൗൺസിലർമാരെ, കോൺഗ്രസ് കൗൺസിലർമാരെ, അതുപോലെ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കൗൺസിലർമാരെയും ഒക്കെ അറിയിച്ചു. അതിന് പ്രകാരം ഇനി പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച സ്ഥിതിക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആ നിർദ്ദേശം നമ്മളിപ്പോൾ കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കൗൺസിലർമാർ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്തോടു കൂടി ഇത്രയും വലിയ ഒരു നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായി തന്നെ കാണുകയാണ്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ പാലായിലെ മുനിസിപ്പൽ കൗൺസിലർമാർ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ വിവരം നമ്മൾ ഇന്ന് അവരെ അറിയിച്ചിട്ടുമുണ്ട്. കൊട്ടാരമറ്റം ബസ് ടെർമിനൽ സ്ഥാപിച്ച ഓട്ടോ സ്റ്റാൻഡിന് നിയമവിധേയമായ അംഗീകാരം നൽകുക, കോൺഗ്രസ് കൗൺസിലർക്കെതിരായ മോഷണ പരാതി പിൻവലിക്കുക, മായ രാഹുൽ രാജിവെക്കുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുക, ഭരണ മേൽനോട്ടത്തിനായി UDF നേതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കുക എന്നീ 4 നിർദ്ദേശങ്ങളാണ് കൗൺസിലർമാരുടെ കൂടി നിർദ്ദേശങ്ങൾ കേട്ട ശേഷം പാർട്ടി നേതൃത്വം സ്വതന്ത്ര മുന്നണിക്ക് മുന്നിൽ വെച്ചത്. നഗരസഭയിൽ പ്രാതിനിധ്യമുള്ള ഇതര UDF കക്ഷികളായ കേരള കോൺഗ്രസ്, KDP എന്നിവർക്ക് മുന്നിലും കോൺഗ്രസ് ഈ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഉപാധിരഹിതമായി അംഗീകരിക്കാൻ സ്വതന്ത്ര മുന്നണിയും ഇതര ഘടകകക്ഷികളും തയ്യാറാവുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് N സുരേഷ്, DCC ജനറൽ സെക്രട്ടറി സതീഷ് ചൊള്ളാനി, മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ട് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. എലിക്കുളത്ത് കർഷക സംഗമം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എലിക്കുളത്ത് കർഷക സംഗമം നടന്നു. കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികമായി മുടങ്ങാതെ പ്രവർത്തിച്ചു വരുന്ന കുരുവിക്കൂട് തളിർ നാട്ടുചന്ത കേരളത്തിന് എലിക്കുളം പകരുന്ന മാതൃകയാണെന്ന് കർഷക സംഘം ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് പറഞ്ഞു. കർഷക പ്രതിഭകളായ KK വാസു കരിമുണ്ടയിൽ, ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ, പയസ് സേവ്യർ നരുതൂക്കൽ, മഞ്ജു ടോണി പന്തലാടിക്കൽ, ഏറ്റവും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും വാങ്ങിയ ചന്ദ്രശേഖരൻ നായർ പൊൻകുന്നം എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയദേവ് പാറക്കൽ മുഖ്യപ്രഭാഷണവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ് പദ്ധതി വിശദീകരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യമോൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PS പ്രജീഷ്, ചെറുവള്ളി തളിർ സെക്രട്ടറി വിൽസൺ പാമ്പൂരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് പച്ചക്കറി തൈകൾ, വിത്തുകൾ, കാർഷിക ലഘുലേഖകൾ എന്നിവയും വിതരണം ചെയ്തു. മികച്ച അടുക്കളത്തോട്ടത്തിന് ഓണത്തോടനുബന്ധിച്ച് സമ്മാനം നൽകുമെന്ന് നാട്ടുചന്ത ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കുന്നില്ലെന്ന് പരാതി. സ്കൂൾ സമയങ്ങളിൽ ഇവിടെ ട്രാഫിക് പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്ന് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. സ്കൂളിന് മുൻവശത്തുള്ള പ്രധാന റോഡിലുള്ള സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കുന്നു. പാലാ നഗരത്തിൽ സെന്റ് തോമസ് സ്കൂളിന് മുൻവശത്തുള്ള സീബ്ര ലൈനിലാണ് വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വാഹനം നിർത്താൻ തയ്യാറാകാത്തത്.
ഇന്നലെ രാവിലെ സ്കൂൾ വിദ്യാർത്ഥി റോഡ് മുറിച്ച് കടക്കവേ കാർ ഇടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. രാവിലെയും വൈകിട്ടുമുള്ള സ്കൂൾ സമയങ്ങളിൽ വാഹനങ്ങളുടെ അമിത വേഗവും ഗതാഗത തിരക്കും കാരണം കുട്ടികൾ ഏറെ നേരം റോഡിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഈ ഭാഗത്ത് അധ്യാപകരും വിദ്യാർത്ഥികളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നുണ്ട്. സീബ്ര ലൈൻ ഉണ്ടായിരുന്നിട്ടും പല വാഹനങ്ങളും നിയമം പാലിക്കാതെ മുന്നോട്ട് പോകുന്നതായി പരാതിയുണ്ട്. ഇതുമൂലം അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു. പാലായിലെ പല ജംഗ്ഷനുകളിലും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയ സ്ഥിതിയിലാണ്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നിരവധി തവണ ബന്ധപ്പെട്ട വകുപ്പുകളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികളുണ്ടായിട്ടില്ല. സ്കൂൾ സമയങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 800 കുട്ടികൾ പഠിക്കുന്ന പല സെന്റ് തോമസ് ഹയർ സ്കൂളിൽ മുൻവശത്തുള്ള സീബ്ര ലൈൻ കൂടെ കുട്ടികൾ സുരക്ഷിതമായി കടന്നു പോകാൻ ഇപ്പോൾ നിലവിൽ അധ്യാപകരുടെ സേവനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ട്രാഫിക് പോലീസിൻ്റെ സേവനം അത്യാവശ്യമാണ്. നേരത്തെ പലതവണ എഴുത്ത് കത്ത് ആവശ്യപ്പെട്ടിരുന്നതാണ്. ട്രാഫിക് പോലീസ് സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ തിരക്കുള്ള സമയങ്ങളിൽ പോലീസ് ലഭ്യമല്ല എന്ന കാരണത്താൽ പലപ്പോഴും ഡ്യൂട്ടിക്ക് പോലീസ് എത്താറില്ല. അധ്യാപകർ മാത്രമേ പലപ്പോഴും നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അധ്യാപകർ നോക്കുമ്പോൾ വാഹനങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കാറില്ല. അവർ നിയമങ്ങൾ അവർ പറയുന്ന നിർദ്ദേശം സ്വീകരിക്കാറില്ല. വളരെ സ്പീഡിൽ തന്നെ ആ വാഹനം കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അപകടത്തിന് കാരണമാകുകയും ചെയ്യും. എത്രയും വേഗം ട്രാഫിക് പോലീസിൻ്റെ സേവനം ഇവിടെ ആവശ്യമാണ് എന്നുള്ള കാര്യം പറയാനുള്ളൂ. സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണമെന്ന നിയമം നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പാല. ഫുട്ബോൾ ലഹരിയിൽ ആവേശത്തോടെയായി അരുവിത്തറ സെന്റ് ജോർജ് കോളേജ്. മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ആവേശം നാടെങ്ങും നിറയുമ്പോൾ അരുവിത്തറ സെന്റ് ജോർജ് കോളേജും കാൽപന്തുകളുടെ ആവേശത്തുറയായി മാറി. ലോകകപ്പ് ഫുട്ബോൾ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ പരിചയപ്പെടുത്തി ആരംഭിച്ച SGC ആവേശത്തുറയിൽ വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. വിവിധ ഫുട്ബോൾ അനുബന്ധ മത്സരങ്ങളും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ്, കോളേജ് ബർസാർ റവറൻഡ് ഫാദർ ബിജു കുന്നക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, കായിക വിഭാഗം മേധാവി ഡോക്ടർ വിയാനി ചാർലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടിയെ മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. എല്ലാ കാര്യത്തിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി. നഷ്ടപരിഹാര തുകയുടെ രേഖകൾ കൈമാറി. MG സർവകലാശാലയിൽ RSS കാവ്യവൽക്കരണമെന്ന് KSU. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലാ നഗരസഭയിലെ തർക്കങ്ങൾക്ക് പരിഹാരമായി. കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചു. വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കും. എലിക്കുളത്തെ കർഷക സംഗമം. കുരുവിക്കോട് തളർനാട്ടുചന്തയ്ക്ക് സ്ഥിരം കെട്ടിടമൊരുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.